കുമ്പളങ്ങിയുടെ തനതായ കായൽ കാഴ്ചകൾ ആസ്വദിച്ച് നാവിലൂറും നാടൻ രുചികളുമായി സായാഹ്ന സൽക്കാരത്തിനായി ഒരിടം. ഹക്കോ ലേക്ക് വ്യൂ, കല്ലഞ്ചേരി, കുമ്പളങ്ങി. വിപുലമായ സൗകര്യങ്ങളോടെ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. റെസ്റ്റോറന്റ് പ്രവർത്തന സമയം 4 PM to 10 PM. വിവാഹം തുടങ്ങി എല്ലാത്തരം ആഘോഷങ്ങൾക്കും 400ഓളം പേർക്ക് ഇരിക്കുവാൻ സൗകര്യപ്രദമായ ഹാൾ, കാർ പാർക്കിംഗ് സൗകര്യത്തോടെ ഒരുക്കിയിരിക്കുന്നു. ബുക്കിംഗിന് വിളിക്കൂ 7025443300, 7025443301. ഫോർട്ട് കൊച്ചിയിലെ പപ്പാജി വിവാദം സുരക്ഷാ പ്രശ്നമുണ്ടെന്ന പോലീസ് നടപടികളെ വിമർശിച്ച് ഹൈക്കോടതി. പുതുവത്സര ആഘോഷത്തോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് സ്ഥാപിക്കുന്ന 48 അടി ഉയരമുള്ള പപ്പാനിയെ നീക്കം ചെയ്യുന്ന വിഷയത്തിൽ ഹൈക്കോടതിയെ സമീപിച്ച സംഘാടകരായ ഗാലാഡി ഫോർട്ട് കൊച്ചി 24 മണിക്കൂറിനകം നിർമ്മാണത്തിലിരിക്കുന്ന പപ്പാനിയെ മാറ്റണമെന്നും അതല്ലെങ്കിൽ പുതുവത്സര ദിനത്തിൽ മറ്റാരെങ്കിലും ആ പപ്പാനിയെ കത്തിച്ചാൽ അത് സുരക്ഷാ പ്രശ്നങ്ങൾക്ക് കാരണമാകുമെന്നും മട്ടാഞ്ചേരി അസിസ്റ്റന്റ് കമ്മീഷണർ സംഘാടകർക്ക് നൽകിയ നോട്ടീസിൽ നിർദ്ദേശിച്ചിരുന്നു. ഇതിനെതിരെയാണ് സംഘാടകർ കോടതിയിൽ ഹർജി നൽകിയത്. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ നടപടിയെന്ന് ഹൈക്കോടതി ചോദിച്ചു. പോലീസ് നടപടിക്ക് ആധാരമായ രേഖകൾ 27-ന് ഹാജരാക്കാൻ കോടതി നിർദ്ദേശിച്ചു. പപ്പാനിയെ കത്തിക്കാൻ മറ്റ് വകുപ്പുകളുടെ അനുമതി ലഭിച്ചെങ്കിൽ രേഖകൾ ഹാജരാക്കാൻ സംഘാടകർക്കും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. പപ്പാനിയെ കത്തിക്കാൻ അനുമതി നൽകിയാൽ തന്നെ എന്തെങ്കിലും അപ്രതീക്ഷിതമായി സംഭവിച്ചാൽ എന്ത് ചെയ്യുമെന്ന ആശങ്കയും കോടതി പങ്കുവച്ചിട്ടുണ്ട്. കൊച്ചിക്കാരുടെ ക്രിസ്മസ് പുതുവത്സരാഘോഷങ്ങളിൽ പ്രധാനമാണ് പപ്പാനിയെ കത്തിക്കൽ ചടങ്ങ്. ഫോർട്ട് കൊച്ചി പരേഡ് ഗ്രൗണ്ടിലാണ് കാർണിവലിനോടനുബന്ധിച്ച് പ്രശസ്തമായ ചടങ്ങ് നടക്കുന്നത്. പരേഡ് ഗ്രൗണ്ടിൽ നിന്നും വെറും 2 കിലോമീറ്റർ അകലെയുള്ള വെളി ഗ്രൗണ്ടിലാണ് ഗാലാഡി ക്ലബ്ബ് തങ്ങളുടെ പപ്പാനിയെ ഒരുക്കിയിരിക്കുന്നത്. പരേഡ് ഗ്രൗണ്ടിലും ചുറ്റുവട്ടത്തുമായി 1000ഓളം പോലീസുകാരെ വിന്യസിച്ചിട്ടുണ്ടെന്നും അതിനാൽ തന്നെ സ്വകാര്യ ക്ലബ്ബ് നടത്തുന്ന പപ്പാനിയെ കത്തിക്കൽ ചടങ്ങിന് മതിയായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കാൻ കഴിയില്ലെന്നുമായിരുന്നു പോലീസ് നിലപാട്. വെളി മൈതാനത്ത് കൂടി പപ്പാനിയെ കത്തിക്കുന്നത് സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടാക്കുമെന്ന് പോലീസ് കോടതിയിൽ വാദിച്ചു. ഇരു മൈതാനങ്ങളും തമ്മിൽ 2 കിലോമീറ്റർ അകലമാണുള്ളത്. മുൻകരുതലുകൾ എടുത്തുവെങ്കിൽ അനുമതി നൽകിക്കൂടെ എന്ന് കോടതി ചോദിച്ചെങ്കിലും ക്രമസമാധാന പ്രശ്നമുണ്ടെന്ന് പോലീസ് ചൂണ്ടിക്കാട്ടി. അതേസമയം പപ്പാനിയെ നീക്കം ചെയ്യാനുള്ള നോട്ടീസ് നൽകാൻ പോലീസിന് കഴിയില്ലെന്ന് ഹർജിക്കാർ വാദിച്ചു. എല്ലാ വകുപ്പുകളിൽ നിന്നും ആവശ്യമായ സുരക്ഷാനുമതികൾ ലഭിച്ചിട്ടുണ്ടെന്നും ഹർജിക്കാർ പറഞ്ഞു. ഈ അനുമതികൾ ഹാജരാക്കാനാണ് കോടതി നിർദ്ദേശിച്ചിട്ടുള്ളത്. പുതുവത്സരാഘോഷത്തോടനുബന്ധിച്ച് ഫോർട്ട് കൊച്ചി വെളി മൈതാനത്ത് സ്ഥാപിച്ച പപ്പാനിയെ നീക്കം ചെയ്യണമെന്ന് കാണിച്ച് പോലീസ് നൽകിയ നോട്ടീസിന് ഹൈക്കോടതിയുടെ വിമർശനവുമുണ്ടായി. എന്ത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസിന്റെ ഇത്തരം നടപടിയെന്ന് വ്യക്തമാക്കാൻ കോടതി നിർദ്ദേശിച്ചു. പോലീസ് നടപടിക്ക് ആധാരമായ രേഖകൾ വെള്ളിയാഴ്ച ഹാജരാക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, കൊച്ചി.